ഹലോ, ഇന്ന് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് നമ്മൾ എൻ്റെ മോളെ രാധയാക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് തയ്ച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം എന്താ ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഇതിൻ്റെ പേരെന്തര സ്വീക്വൻസ് അത് വെച്ച് ഒട്ടിച്ച് ഷോള് സെറ്റപ്പാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ബ്ലൗസാണ് തയ്ച്ചത്. അതിനകത്ത് പിന്നെ ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ റെഡിൽ വൈറ്റും പിന്നെ ഗ്രീനിൽ വൈറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഡിസൈൻ ചെയ്യണ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ബ്ലൗസാണ് എടുത്തത്. അത് കഴിഞ്ഞ് എൻ്റെ കൊച്ചിന് ഇതുപോലെ ശ്രീകൃഷ്ണൻ്റെ എല്ലാ സംഭവങ്ങളൊക്കെ വരച്ചു കൊടുക്കുകയാണ്. ഞാനത് പിൻട്രസ്റ്റിൽ കണ്ടതാണ്. ഇങ്ങനത്തെ ശ്രീകൃഷ്ണനെ വെള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ തലയിൽ വരച്ച ശ്രീകൃഷ്ണൻ. ആര്? അയ്യോ, അത് ക്യൂട്ടൊന്നും അല്ല. സ്വന്തമായിട്ടങ്ങ് പറയണേ ക്യൂട്ടൊന്നും. നമ്മളെ കൃഷ്ണൻ പാമ്പേഴ്സ് ഇട്ട കൃഷ്ണനാണ്. പാമ്പേഴ്സ് കൃഷ്ണൻ കൊള്ളാമോ? മാലയ സംഭവങ്ങളൊക്കെ എനിക്ക് വാങ്ങിക്കേണ്ടി വന്നില്ല. ശൈലും ഇതുപോലെ മോക്ക് വാങ്ങിച്ചു കൊടുത്താണ് തിരുവാതിര കളിക്ക്. നമ്മൾ കിരീടം ഉണ്ടാക്കുകയാണ്. ഇത് എങ്ങനെയാണ് കിരീടം ഉണ്ടാക്കണം അത് അവൻ്റെ വെച്ച് കഴിഞ്ഞിട്ട് വീഡിയോ കാണിച്ചു തരാം. അപ്പം കിരീടം ഞാൻ ഇങ്ങനെയാണ് വെച്ചത്. മറ്റേത് അവൻ്റെ തലയിൽ വെക്കാൻ പറ്റൂല, കാരണം അവൻ ഊരിക്കളയാം. അപ്പം അതിൻ്റെ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ്. നല്ല വൃത്തിക്ക് ഒരുക്കിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അത് മാത്രമല്ല, നമ്മൾ ഇതും കഴിഞ്ഞിട്ട് നേരെ പോയത് കൃഷ്ണ ജയന്തിക്കല്ലായിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു. സംഭവനെ കൃഷ്ണനാക്കി ഒരുക്കി വെളിയിൽ നിർത്തി അവ യാതൊരു കടന്തലിൻ്റെ ചുണ്ടിക്ക് കുത്തിക്കൊടുത്തു. നേരെ ആ കടന്തൽ അവൻ്റെ കൈക്കിട്ട് കുത്തിക്കൊടുത്ത് കൈക്കും മുഖത്തുമാണ് കുത്തിയത്. ഇത് നല്ല പോയി ചുമ്മാരുന്ന കടന്തലിനെ പോയി ഞോണ്ടി കുത്തു മേടിച്ചിട്ട് വീണു. ഈ പാട്ട് പാടണമായിരുന്നു. നമ്മൾ റിസൾട്ട് വാങ്ങാൻ വേണ്ടിയതാ പര നടക്കുകയാണ്. എന്തൊരു ശ്വാസം വിടാനുള്ളത്. എൻ്റെ കൊച്ചു കുറേ കിടന്ന് അനുഭവിച്ചു. കാര്യം എന്ന് വെച്ചാൽ കയ്യിൽ സൂചി ഇതൊക്കെ കുത്തണേൻ്റെ നരമ്പൊന്നും കിട്ടാതെ ഭയങ്കര പാടാണ്. ഞാൻ ഈ വീഡിയോ കാണാൻ പോലെയൊന്നും അല്ലായിരുന്നു. എൻ്റെ അവസ്ഥ തന്നെ വേറൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കണതാ അതേ പിക്നിക്കിന് വന്നതാ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. ഇവിടെയുള്ള പിള്ളേരെയൊക്കെ അവൻ ചവിട്ടി കൂട്ടിക്കൊണ്ടാണ് ഇരുന്നത്. മൈഗ്രേൻ്റെ തലവേദനയും ഓഞ്ഞ വെയിലും ചത്ത് ചാവും ഇപ്പോൾ. അയ്യോ, ഞാൻ കുഴഞ്ഞ് വീഴും ഇപ്പം. കൊച്ചു ഭയങ്കര ഉറക്കമാണ്. ഉറങ്ങണവര് ചിരിക്കും കണ്ട, ഭയങ്കര ഉറക്കം. ബാക്കിയുള്ള കൊച്ചുങ്ങളെല്ലാം അടങ്ങി ഒരിടത്തിരിക്കുമ്പോൾ ഇവൻ കുടുംബശ്രീ സമ്മേളനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ. 4-5 കുത്തി ട്രിപ്പ് ഇടാൻ വെച്ചിരുന്ന ആ ഒരു സൂചി ഇളക്കി കളഞ്ഞിട്ടാണ് ആ ഇരുന്ന് കൊനഷ്ടം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണേറിൽ സത്യം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഹോസ്പിറ്റലിലായപ്പോൾ അതിൽ എനിക്കൊരു വിശ്വാസം വന്നു.